ഇന്ന് കേരളത്തിലെ ഒരു മെയിൻ എന്താ പറയാ ഒരു ഒരു എന്താ പറയാ പ്രൊമോട്ടറാണ്. അദ്ദേഹത്തിന് അറിയാം ഒരു 1,00,000 റെഡ്മി ഫോണ് മൈജി എന്ന് പറയുന്ന ഷോറൂമിൽ സെല്ല് ചെയ്യണമെങ്കിൽ എത്ര ലക്ഷം റെഡ്മി അവർ പർച്ചേസ് ചെയ്യണം? 1,00,000 അവർ വിൽക്കണമെങ്കിൽ എത്ര ലക്ഷം പീസ് പർച്ചേസ് ചെയ്യണം? 5 lakh റെഡ്മിയുടെ ഫോണ് പർച്ചേസ് ചെയ്താലാണ് 1,00,000 ഫോൺ സെല്ല് ചെയ്യാൻ കഴിയുള്ളൂ. അത് സെല്ല് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? റാക്കിൽ കൊടുത്തിട്ട് അവരെ കബോർഡിൽ കൊടുത്തിട്ട് അട്ടിട്ട് ഷോ ചെയ്ത് വെക്കണം. അതിനെ പ്രൊമോട്ട് ചെയ്യാൻ എത്ര സ്റ്റാഫുകൾ വേണം? ഒരു ഷോപ്പിൽ മിനിമം ഒരു റെഡ്മിയുടെ വിൽക്കാൻ വേണ്ടി ഒരു സ്റ്റാഫ് വേണ്ടേ? അതിനെ പ്രൊമോട്ടർമാരായിട്ട് എത്ര ആളുകൾ വേണം? മാർക്കറ്റിൽ 100 കണക്കിന് ആളുകളെ നിർത്തിയിട്ട് വേണം അത് സെല്ല് ചെയ്യാൻ. എന്നിട്ട് അതിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റ് ആണ് മൈജി എന്ന് പറയുന്ന ഷോറൂം എടുക്കുന്നത്. അല്ലെങ്കിൽ യൂസുഫ് അലിയുടെ ലുലു എന്ന് പറയുന്ന വലിയ സാമ്രാജ്യത്തിനകത്ത് 1,00,000 ഫോൺ സെല് ചെയ്യണമെങ്കിൽ 5 ലക്ഷം ഫോൺ വാങ്ങണം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് 50 വർഷത്തെ എഫേർട്ട് എടുത്തിട്ടാണ് യൂസുഫ് അലി ആയെങ്കിൽ ഇന്നലെ വന്ന ആമസോണിന് 1,00,000 ഫോൺ വിൽക്കണമെങ്കിൽ എത്ര ഫോൺ വാങ്ങണം? ഒറ്റ ഫോണും വേണ്ട. ഒരു ഫോട്ടോ വെച്ച് വിൽക്കുന്ന കാലഘട്ടത്തിന്റെ ബിസിനസ് മാറിക്കഴിഞ്ഞു. ഞാൻ പറയുന്നു, വീട്ടിലിരുന്ന് വിരൽത്തുമ്പിൽ ഓർഡർ ചെയ്താൽ വീട്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ആമസോൺ കൊണ്ടുവന്നപ്പോൾ 50 കൊല്ലം എഫേർട്ട് എടുത്ത യൂസുഫ് അലി സാറിന്റെ ബിസിനസ് ആണോ ഇപ്പോ സ്മാർട്ടായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോ ഹൈപ്പായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്? വരുമാനം എവിടെയാണ്? ഇന്നലെ വന്ന ആമസോണിനാണ്. കാലഘട്ടത്തിലേക്ക് മാറി. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നലെ കണ്ട നെറ്റ്വർക്കുകളല്ല ഇന്ന് എന്നുള്ളതാണ്. ഇന്നലെ കണ്ട MLM കൺസെപ്റ്റുകളല്ല ഇന്ന്. കാലഘട്ടത്തിന്റെ ടെക്നോളജിയിലേക്ക് മാറിയിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ പ്രൊജക്റ്റ് ആണ് മെറ്റാഫേഴ്സ്. ഞാൻ പറയുന്നത് നമ്മൾ ആമസോണിലേക്ക് മാറണ്ടേ? ഇന്നും നമ്മൾ ഇനിയും ഷട്ടർ ഇട്ട കടകളിൽ ഒതുങ്ങിക്കൂടേണ്ടവരാണോ? ആപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ വരുമാനങ്ങൾ വാരിക്കൂട്ടണ്ടേ? ഇവിടെ ഊബർ എന്ന് പറയുന്ന വണ്ടിയെ കുറിച്ച് പറഞ്ഞു. ഊബർ എന്ന് പറയുന്ന ഓണർക്കിന്റെ വണ്ടിയാണത്. ഒറ്റ വണ്ടിയും ഇല്ല. ലക്ഷക്കണക്കിന് വണ്ടികൾ ഓടുമ്പോൾ അതിന്റെ വരുമാനം ആര് വാങ്ങുന്നുണ്ട്? ഊബറിന്റെ ആപ്പ് ക്രിയേറ്റ് ചെയ്ത ആള് വാങ്ങുന്നുണ്ട്. അയാൾ മരിച്ചു പോയാലും അയാളെ കുടുംബത്തിന് വരുമാനം വന്നുകൊണ്ടേയിരിക്കും. ആ കട കൂട്ടുന്നില്ല. ഓയോ എന്ന് പറയുന്ന ഹോട്ടൽ റൂംസുകൾ, ഓയോക്ക് എത്ര റൂമുള്ളത്? ഒറ്റ ഒന്നുമില്ല. ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള എല്ലാ ഹോട്ടലുകളിലും ബിസിനസ് നടക്കുമ്പോൾ ആർക്കും വരുമാനം കിട്ടുന്നുണ്ട്? ഓയോ എന്ന് പറയുന്ന ആപ്പ് ക്രിയേറ്റ് ചെയ്ത കാലഘട്ടത്തിന്റെ ബിസിനസ്സിലേക്ക് മാറിയ ആ ആൾക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇനിയും പഴയ കാലത്തെ MLM-ന്റെ പേര് പറഞ്ഞിട്ട് പഴയ കാലത്ത് നടന്നു വിറ്റിരുന്നത് പോലെ മുളകും മല്ലിയും ജ്യൂസും വിൽക്കുന്ന ആളുകളായിട്ട്, അല്ലെങ്കിൽ പുതപ്പും ബെഡ്ഷീറ്റും വിൽക്കുന്ന ആളുകളായിട്ട്, അല്ലെങ്കിൽ വെൽനസിന്റെ പേര് പറഞ്ഞിട്ട് പല ആളുകൾക്കും ട്രീറ്റ്മെന്റിന്റെ ഗുളികയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ടെക്നോളജിയിലേക്ക് മാറണ്ടേ? ക്രിപ്റ്റോ കറൻസിയിലേക്ക് മാറണ്ടേ? ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിജിറ്റൽ കറൻസി എന്ന് പറയുന്നത് അല്ലേ? ഞാൻ ചോദിക്കുന്നു, ഇന്ന് ഡിജിറ്റൽ കറൻസികൾ ഉപയോഗിക്കാത്തവരാരുള്ളത്? മാഡം ഡിജിറ്റൽ കറൻസി ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ ഡിജിറ്റൽ കറൻസി ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? ഉണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഗൂഗിൾ പേ ഉപയോഗിക്കുന്നുണ്ടോ? ഡിജിറ്റൽ കറൻസി അല്ലേ മാഡം? അപ്പൊ നിങ്ങൾ പറയുന്നില്ല. ഞാൻ പറഞ്ഞു, നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് നമുക്ക് ഇപ്പോഴും തിരിച്ചറിയണില്ല. ഫിസിക്കൽ മണി അല്ലല്ലോ ഉപയോഗിക്കുന്നത്. ഡിജിറ്റൽ മണിയുടെ കാലഘട്ടത്തിൽ ഡിജിറ്റൽ മണിയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ പല കടക്കാരും കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന കടക്കാര് ഗൂഗിൾ പേന്റെ സ്കാനർ ഒട്ടിച്ചിട്ടാണ്, സ്കാൻ ചെയ്തിട്ടാണ് കച്ചവടം ചെയ്യുന്നത്. പക്ഷെ അതില്ലാത്ത കടകളും ഇല്ലേ? ഉണ്ടായിരുന്നില്ലേ? ആ സമയത്ത് എന്തുകൊണ്ടാണ് ആ ഉണ്ടായിരുന്ന കടകൾ നിർബന്ധിത അവസ്ഥയിൽ ഞാൻ ബാങ്ക് അക്കൗണ്ട് എടുക്കൂല, ഗൂഗിൾ പേ ചെയ്യിപ്പിക്കൂല, ഗൂഗിൾ പേന്റെ സ്കാനർ വെക്കൂല എന്ന് പറഞ്ഞ പല കടകളും ഇന്ന് സ്കാനർ വെച്ചില്ലേ? എന്തിന്റെ പേരിൽ? കച്ചവടമില്ല. കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് മാറൽ നിർബന്ധിത അവസ്ഥയാണ്. മാറിയേ പറ്റൂ. 2010 ₹2.85 ബിറ്റ്കോയിന്റെ റേറ്റ്. 2010 ₹2.85 ഉള്ള ബിറ്റ്കോയിന്റെ ഇന്നത്തെ റേറ്റ് എത്രയാണ്? 56 ലക്ഷം രൂപ. ഞാൻ പറയുന്നതല്ല. ഇന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്കറിയാം, മാധ്യമങ്ങളിൽ സെർച്ച് ചെയ്താൽ നമുക്കറിയാം, എല്ലാ ന്യൂസുകളും എടുത്തു നോക്കിയാൽ നമുക്ക്